ഇന്ന് നമുക്ക് ഭാവന കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഹൊറർ സസ്പെൻസ് ത്രില്ലറായ ദ ഡോർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. എന്നാൽ ആ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്ന സമയത്തെല്ലാം ആ ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരായിട്ട് മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മരണപ്പെടുന്നതിന് പിന്നിൽ ഒരു അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടെന്നും തിരിച്ചറിയുകയാണ്. എന്നാൽ അതേ ബിൽഡിങ്ങിലേക്ക് ആർക്കിടെക്റ്റായിട്ട് ജോലിക്കെത്തുകയാണ് നമ്മുടെ കഥാനായികയും മിത്രയും. മിത്ര അവിടെ ജോയിൻ ചെയ്തതിന് പിന്നാലെ അവൾക്ക് ഒരുപാട് അമാനുഷിക ശക്തികളെ കാണുവാനായിട്ടും പറ്റുന്നുണ്ട്. അതിനു പിന്നാലെ മിത്രയുടെ അച്ഛനും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. ഈ അമാനുഷിക ശക്തികൾക്കും മിത്രയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അച്ഛന്റെ മരണത്തിന് പിന്നിൽ ആരായിരിക്കും? ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിൽ എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ നായികയായ മിത്രയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. മിത്രയുടെ അച്ഛൻ ഒരു ലോയറാണ്. കുറച്ചു നാളുകളായി മിത്രയും അച്ഛനും തമ്മിൽ മിണ്ടാറില്ല. കാരണം കല്യാണത്തെക്കുറിച്ചുള്ള സംസാരം അത് തന്നെയാണ്. മിത്രയ്ക്കാണെങ്കിലും വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. ഒരിക്കൽ തന്റെ ഓഫീസ് അടച്ച് അച്ഛൻ സ്കൂട്ടറിൽ വരികയായിരുന്നു. അതിനു മുൻപ് മിത്രയെ വിളിച്ചിരുന്നു. പക്ഷെ അവൾ കോൾ അവോയ്ഡ് ചെയ്തു. രാത്രി സമയം ഒറ്റയ്ക്ക് വരികയായിരുന്ന അച്ഛൻ റോഡിൽ ഒരു ഘട്ടത്തിൽ വെച്ച് ഒരു രൂപത്തെ കാണുന്നു. ആ രൂപത്തെ കണ്ടതും അച്ഛൻ വണ്ടിയിൽ നിന്ന് താഴെ വീഴുകയും കൈയും കാലുമൊക്കെ ഉറഞ്ഞു പോകുവാനായും തുടങ്ങി. പിന്നീട് ശരീരം മുഴുവനായിട്ട് മുറഞ്ഞു പോകുന്നു. അച്ഛന്റെ മരണവാർത്ത മിത്രയ്ക്ക് താങ്ങാനായില്ല. അച്ഛൻ മരിക്കുവാൻ കാരണം താനാണെന്ന് അവൾ കരുതുന്നു. അവസാനമായി അച്ഛൻ വിളിച്ചപ്പോൾ കോൾ എടുക്കണമായിരുന്നു. എടുത്തിരുന്നെങ്കിൽ അച്ഛൻ എന്താണ് പറയുവാനുള്ളതെന്ന് അറിയാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് വല്ലാതെ അവൾ ഫീൽ ചെയ്യും. അതോടുകൂടി ഉണ്ടായിരുന്ന ജോലിയും ഉപേക്ഷിച്ച് അവൾ വീട്ടിലേക്ക് വന്നു. മിത്രയുടെ അച്ഛനൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരൻ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയാണ്. ആ കമ്പനിയിലേക്ക് ആർക്കിടെക്റ്റായിട്ട് മിത്ര അപ്ലൈ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അച്ഛന്റെ മരണശേഷം മധുരയിലുള്ള വീട്ടിൽ തന്നെയാണല്ലോ മിത്ര. ആ വിവരം അറിഞ്ഞ അച്ഛന്റെ കൂട്ടുകാരൻ മിത്രയെ കാണുവാനായിട്ട് മധുരയിലുള്ള വീട്ടിലേക്ക് വന്നിട്ട് അവളോട് ഒരുപാട് സംസാരിക്കും. അവളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. നിന്റെ അച്ഛനും നീ നല്ല നിലയിൽ എത്തണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് നീ മൂവ് ഓൺ ചെയ്യണം, ജോലിക്കൊക്കെ വരണമെന്നും പറയുന്നു. അങ്ങനെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും പുറത്തു വരുവാനായിട്ടും മിത്ര തീരുമാനിച്ചു. അടുത്ത ദിവസം മുതൽ മിത്ര ജോലിക്ക് പോവുകയാണ്. അവളുടെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയില്. ചെന്നൈയിലേക്ക് അവൾ എത്തി. കമ്പനി കൊടുത്ത ഗസ്റ്റ് ഹൗസിലാണ് മിത്ര താമസിക്കുന്നതും. അവിടെ മീര എന്നൊരു പെൺകുട്ടിയും കൂടിയുണ്ട്. ഇവർ രണ്ടാളുമാണ് ആ ഒരു ഗസ്റ്റ് ഹൗസ് ഷെയർ ചെയ്യുന്നതും. അടുത്ത ദിവസം ഫസ്റ്റ് ഡേ മിത്ര ഓഫീസിലേക്ക് പോകുന്നു. അവിടെ സിറ്റിയിൽ പുതുതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഡിസ്കഷൻ നടക്കുകയായിരുന്നു. ആ ബിൽഡിംഗ് നിർമ്മിക്കുവാൻ പോകുന്നിടത്ത് മുൻപൊരു അമ്പലമുണ്ടായിരുന്നു. അമ്പലം ഇടിച്ചിട്ടാണ് ആ ബിൽഡിംഗ് പണിയുവാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിനുള്ളിലായിട്ട് അമ്പലം പണിയുന്നതിനുള്ള ഐഡിയയും മിത്രയോട് ചോദിക്കും. മിത്രയും അതിനുള്ള ഡിസൈൻ എല്ലാം നോക്കുകയായിരുന്നു. അതേസമയം തന്നെയായിരുന്നു സൈറ്റ് എഞ്ചിനീയറിന് എന്തോ ആവശ്യം കാരണം നേരത്തെ പോയതും. ആയതിനാൽ കോൺട്രാക്ടറുമായിട്ടുള്ള മീറ്റിംഗിന് മിത്രയാണ് പോയതും. അതും ഈവനിംഗ് ടൈമിൽ. കോൺട്രാക്ടർ മിത്രയോട് ബിൽഡിംഗ് കെട്ടുന്നതിനെ പറ്റിയുള്ള കോസ്റ്റിനെ പറ്റിയുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കവേ തന്നെയായിരുന്നു ബിൽഡിങ്ങിന് മുകളിൽ നിന്നും ഒരു ജോലിക്കാരൻ താഴേക്ക് വീഴുന്നതും. അയാളെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. കോൺട്രാക്ടർ മിത്രയോട് പറയും, മാഡം, ഈ ബിൽഡിംഗ് പണിയാൻ ആരംഭിച്ചത് മുതൽ ഇങ്ങനെയാ. ഇതിപ്പോൾ 5ാമത്തെ ആളാ ഈ വർക്ക് എടുക്കണ്ടായിരുന്നു. മാഡം ഓണറിനോടൊന്ന് പറഞ്ഞ് കുറച്ച് കാശ് കൂട്ടി വാങ്ങി തരുവാനായിട്ടും കോൺട്രാക്ടർ പറയും. ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് മിത്ര അവിടെ നിന്നും ഇറങ്ങുകയാണ്. നേരം ഒരുപാട് ഇരട്ടിയിരുന്നു. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് മിത്ര TV ചാനൽ വർക്ക് ചെയ്യുന്ന തന്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട്, ഞാൻ ദേ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലുണ്ട്, എന്നെ ഒന്ന് ഗസ്റ്റ് ഹൗസിലാക്കി തരുമോ എന്ന് ചോദിക്കും. കൂട്ടുകാരി വരുന്നതുവരെ മിത്ര അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അവളുടെ മുന്നിലിരുന്ന് ഒരു സ്ത്രീ കരയുന്നതായി അവൾ കാണുന്നു. മിത്രയല്ലാതെ മറ്റാരും തന്നെ അവിടെ ഇല്ലായിരുന്നു. അതാരെന്നറിയുവാനായിട്ട് മിത്ര മുന്നിലേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് തന്നെ ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് വരുന്നു. ആരാ, എന്താ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മിത്ര കാര്യം പറയും. കൂടാതെ ഇവിടെ ഒരു സ്ത്രീയെ കണ്ടുവെന്നും പറയും. പോലീസ് വന്നതും ആ സ്ത്രീ അപ്രത്യക്ഷമായതിനാൽ പോലീസുകാർക്ക് ആർക്കും തന്നെ ആ സ്ത്രീയെ കാണാൻ പറ്റിയില്ല. ഇവിടെ ആരുമില്ലെന്ന് പറയുമ്പോൾ മിത്രയ്ക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നു. അതേസമയം മിത്രയുടെ ഫ്രണ്ടും വരുന്നതിനാൽ അവൾ വണ്ടിയിൽ കയറി നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. മിത്രയ്ക്കൊപ്പം റൂം ഷെയർ ചെയ്യുന്ന മീര എന്നൊരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. എപ്പോഴും ദേഷ്യ സ്വഭാവം. മിത്രയുമായിട്ട് അധികം സഹകരിക്കാറുമില്ല. മിത്ര തന്റെ റൂമിലെത്തി ഉറങ്ങുവാനായി കിടക്കും. അവൾ ആ ഗസ്റ്റ് ഹൗസിൽ എന്തോ രൂപമൊക്കെ പോകുന്നതായി കാണുന്നു. അതും കണ്ണാടിയിലും കാണുകയാണ്. റോഡിൽ കണ്ട അതേ സ്ത്രീയുടേതുപോലുള്ള രൂപം. അവരാരെന്നറിയുവാനായിട്ട് അവൾ പിന്നാലെ പോകുന്നു. എന്നാൽ പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമാകും. മാത്രമല്ല, ഒരു സ്കൂൾ യൂണിഫോം ഇട്ട പെൺകുട്ടിയെയും കാണുകയാണ്. മരിച്ചുപോയ അച്ഛനെയും അവൾ കാണുന്നു.
പക്ഷേ അതൊരു സ്വപ്നമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം താൻ മരിച്ചുപോയ അച്ഛനെയൊക്കെ സ്വപ്നം കാണുന്നതെന്നും അവൾ ചിന്തിക്കും. അടുത്ത ദിവസം കോൺട്രാക്ടറും കമ്പനി ഓണറുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുകയാണ്. അവർക്ക് കോസ്റ്റ് കൂടുതലായതിനാൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ബിൽഡിങ്ങിനുള്ളിൽ നിർമ്മിക്കാനിരുന്ന അമ്പലം വേണ്ടാന്നും ആ ഒരു ഓണർ തീരുമാനിക്കുന്നു. പക്ഷേ മിത്ര പറയുന്നത്, നമ്മളെ വിശ്വസിച്ചല്ലേ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുവാനായി എത്തുന്നത്, അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യമെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ എന്നും അവൾ പറയും. ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് മിത്ര തന്റെ റൂമിലേക്ക് എത്തി. എന്നാൽ കുറെ നേരം കഴിഞ്ഞതും മീരയുടെ റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച മീര ഭിത്തിയിൽ തലകൊണ്ടിരിക്കുന്നതാ, അതും ഉറക്കത്തിൽ. മീരയുടെ നെറ്റി പൊട്ടി ഒരുപാട് രക്തം വരുന്നുണ്ട്. ഉടനെ തന്നെ മിത്ര മീരയെ തടയുകയും ഡോക്ടറിനെ വിളിച്ച് മീരയ്ക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അത്രയും നാൾ മീര മിത്രയോട് സഹകരിക്കാറില്ലായിരുന്നല്ലോ. ഇപ്പോൾ മിത്ര മീരയെ കെയർ ചെയ്തതിനാൽ മീരയ്ക്ക് മിത്രയോട് നല്ല സ്നേഹം വരികയും രണ്ടാളും നല്ല കൂട്ടാവുകയും ചെയ്തു. അടുത്ത ദിവസം ഓഫീസിലെത്തിയ മിത്ര ആ യൂണിഫോം ഇട്ട പെൺകുട്ടിയുടെ രൂപത്തെ വീണ്ടും കാണുന്നു. അതും ഓഫീസിൽ എന്തോ കരഞ്ഞുകൊണ്ട് പറയുവാനായി ശ്രമിക്കുന്നുണ്ട്. മാത്രവുമല്ല, റൂമിലെത്തിയാലും ഒരു സ്ത്രീയുടെയും യൂണിഫോം ഇട്ട പെൺകുട്ടിയുടെയും രൂപം വരുന്നുണ്ടല്ലോ. പെട്ടെന്ന് മാഞ്ഞു പോവുകയും ചെയ്യുന്നു. ഓഫീസിൽ പോകുമ്പോഴും ചില സമയത്ത് ഓഫീസിലും അതിനെ കാണുന്നു. എന്തെന്നറിയാതെ അവൾ വിഷമിച്ചിരിക്കുന്നതറിഞ്ഞ് അവളുടെ TV ചാനലിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരിയാണെങ്കിൽ ഇവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വ എന്ന ആളിനെ പറ്റി പറയും. വിശ്വയ്ക്ക് പ്രേതത്തെ പറ്റിയും ഭൂതത്തെ പറ്റിയും ഒക്കെ നന്നായി അറിയാവുന്ന ആളാണ്. അവനെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, അത് നിന്റെ തോന്നലാണോ, അതെല്ലാം അവൻ പറയുമെന്നും കൂട്ടുകാരി പറയുന്നു. അങ്ങനെ വിശ്വ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. അവിടെ എല്ലായിടവും കൃത്യമായി പരിശോധന നടത്തും. മിത്രയുടെ റൂമും കയറി നോക്കി. അതിനുശേഷം ഇവിടെയെങ്ങും ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞതും മിത്രയുടെ അടുത്തായി ആ സ്ത്രീയുടെ രൂപത്തെ വിശ്വ കാണുന്നു. അത് കണ്ട വിശ്വ, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഒന്നല്ല, 2 പ്രേതാത്മാക്കളുണ്ട്. സത്യത്തിൽ എവിടെ നിന്നാ ഇതെല്ലാം ആരംഭിച്ചതെന്നും വിശ്വ മിത്രയോട് ചോദിക്കുമ്പോൾ അതാ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാണെന്നും മിത്ര പറയുന്നു. അങ്ങനെ മിത്രയും കൂട്ടി ആ ബസ് സ്റ്റോപ്പിലേക്ക് പോകും. ബസ് സ്റ്റോപ്പ് കണ്ടതും മിത്ര ഞെട്ടിപ്പോയി. അന്ന് മിത്ര ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ അതൊരു പഴയ ബസ് സ്റ്റോപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ ദേ പുതിയതുപോലെ ഇരിക്കുന്നു. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് മിത്രയ്ക്ക് മനസ്സിലാകുന്നില്ല. മിത്ര അത് അവരോട് തുറന്നു പറയും. ആ ബസ് സ്റ്റോപ്പിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അന്വേഷിക്കുവാനായിട്ടും തീരുമാനിക്കുന്നു. അപ്പോൾ 1992 ബസ് സ്റ്റോപ്പിൽ ഒരു സംഭവം നടന്നു. അന്ന് രാത്രി 2 സഹോദരങ്ങൾ ലോറി തട്ടി മരണപ്പെട്ടു. ആ കാഴ്ച കണ്ട അവരുടെ മൂത്ത ജ്യേഷ്ഠനും ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അങ്ങനെ മുഴുവൻ 2 സഹോദരങ്ങളും അവരുടെ മൂത്ത ജ്യേഷ്ഠനും ഉൾപ്പെടെ 3 പേരാണ് ബസ് സ്റ്റോപ്പിൽ മരണപ്പെട്ടതും. അതെല്ലാം അറിഞ്ഞ മിത്രയാണെങ്കിൽ ഇതിനടുത്തായിട്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിംഗ്. അതിനടുത്തായിട്ടാണല്ലോ ഈ ഒരു ബസ് സ്റ്റോപ്പും. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിനും പിന്നെ ഈ ബസ് സ്റ്റോപ്പിനും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റ് മുൻപ് ആരുടെ കൈവശമാണെന്ന് അന്വേഷിക്കുവാനായിട്ടും അവർ തീരുമാനിച്ചു. അങ്ങനെ 1992 മുൻപ് ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റ് ഒരു സ്ത്രീയുടെ പേരിലായിരുന്നുവെന്നും മിത്ര അറിയുകയാണ്. ആ ലേഡിക്ക് ശേഷമാണ് പിന്നീട് കൈമറിഞ്ഞ് ഇപ്പോഴുള്ള ആളിന്റെ പേരിലേക്ക് ആ ഒരു വസ്തു എത്തിയിരിക്കുന്നതും. ആ ലേഡി ആരാണെന്ന് അന്വേഷിച്ചു പോകുന്ന സമയത്താണ് പല സത്യങ്ങളും ചുരുളഴിയുന്നത്. 1992 കാലഘട്ടത്തിന് മുൻപ് തന്നെ ആ ഒരു ലേഡിയും അവരുടെ മകളും അവിടെ വീട് വെച്ച് താമസിച്ചിരുന്നു. അവരുടെ ഭർത്താവ് മുൻപേ മരണപ്പെട്ടു പോയതാണ്. ആ സ്ത്രീക്ക് ഒരുപാട് സ്വത്തുവകകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഒരു സ്ത്രീ റാം എന്നൊരാളുമായിട്ട് പ്രണയത്തിലാവുകയാണ്. എന്നാൽ ഈ റാം പറയുന്നത്, നിന്റെ ഈ സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് നമുക്ക് ഇവിടെ നിന്നും കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കാമെന്ന് പറയുന്നു. ആ സ്ത്രീക്ക് റാമിനോട് വല്ലാത്ത പ്രണയമായതിനാൽ റാം പറയുന്നതെല്ലാം കേട്ട് തന്റെ വസ്തുക്കളെല്ലാം വിറ്റു. റാമിനോടൊപ്പം ഒളിച്ചോടി മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ ജീവിക്കാമെന്നാണ് ഈ സ്ത്രീ കരുതിയിരുന്നതും. എന്നാൽ ഈ റാം ഒരു കള്ളനായിരുന്നു. റാമിന്റെ ഉദ്ദേശം തന്നെ ഇവരുടെ കൈവശമുള്ള എല്ലാ സ്വത്തുക്കളും അടിച്ചെടുക്കുക, അല്ലാതെ വേറൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സ്വത്തെല്ലാം വിറ്റ് കാശെല്ലാം കൈ കിട്ടിയ റാമാണെങ്കിൽ രാത്രിക്ക് രാത്രി അവിടെ നിന്ന് കടന്നു കളയും. റാമ തന്നെ ചതിച്ചുവെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീയാണെങ്കിൽ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത് കളയുകയാണ് ചെയ്തത്. ആ ഒരു കേസ് അന്വേഷിക്കുവാനായിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടർ എത്തിയിരുന്നു. അവസാനം സൂയിസൈഡ് ആണെന്ന് കേസ് ക്ലോസ് ചെയ്യും. എന്നാൽ ഇന്ന് ആ പോലീസ് ഓഫീസർ വയസ്സായിരിക്കുകയാണ്. ആ പോലീസ് ഓഫീസറിനെ ചെന്ന് കണ്ടിട്ട് അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയുവാനായിട്ട് മിത്രയും വിശ്വയും ഒക്കെ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് പോവുകയാണ് മിത്രയും കൂട്ടുകാരും ഒക്കെ.
പോലീസ് ഇൻസ്പെക്ടറിനടുത്തെത്തിയ മിത്ര ആ ഒരു സ്ത്രീയുടെയും കുഞ്ഞിന്റെയും മരണത്തെപ്പറ്റി അന്വേഷിക്കുന്നു. എന്നാൽ ആ ഒരു പോലീസുകാരൻ പറയുന്നത് ആ റാം അവളെ പറ്റിച്ച് അവളുടെ സ്വത്തുമെല്ലാം വിറ്റ് കാശുമായിട്ട് നാട് വിട്ടു. അതറിഞ്ഞ് അവളും കുഞ്ഞും ആത്മഹത്യ ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അല്ലാതെ ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞുവിടും. എന്നാൽ മിത്രയും കൂട്ടുകാരും പോയി കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞതും ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ മരണപ്പെടുന്നു. അതും ശരീരമെല്ലാം ഫ്രീസായാണ് മരണപ്പെടുന്നത്. ആ വിവരമറിഞ്ഞ മിത്രയ്ക്കാണെങ്കിൽ ഒരു സംശയം തോന്നും. മിത്രയുടെ അച്ഛനും അതുപോലെ തന്നെ ശരീരമെല്ലാം ഫ്രീസായാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെയാണ് പോലീസ് ഇൻസ്പെക്ടറും മരണപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും മരണത്തിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അച്ഛനും ഈ ഒരു കേസിൽ എങ്ങനെയൊക്കെയോ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ ഒരു രൂപങ്ങളൊക്കെ എന്റെ കണ്ണിൽ തെളിയുന്നതെന്നും മിത്രയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ മിത്രയാണെങ്കിൽ റാമിനെ കണ്ടുപിടിക്കുവാനായി തീരുമാനിക്കുകയാണ്. റാമിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അന്ന് കാശുമായിട്ട് റാം നാടുവിട്ടതിനു ശേഷം പോലീസിന്റെ കയ്യിൽ വന്നുപെട്ടു. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റാം കുറെ നാൾ ജയിലിലായിരുന്നു. അവിടെ വെച്ച് രവി എന്നൊരാളിനെ പരിചയപ്പെട്ടു. ഇവർ രണ്ടുപേരും ജയിലിൽ വെച്ച് നല്ല കൂട്ടാവുകയാണ്. എന്നാൽ ഒരുമിച്ചാണ് രണ്ടുപേരും ജയിലിൽ നിന്ന് പുറത്തു വന്നതും. പുറത്തു വന്ന രവി റാമിനെയും കൂട്ടി തന്റെ നാടായ കൊടൈക്കനാലിലേക്ക് പോയി. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തേയില്ല. അങ്ങനെ മിത്രയാണെങ്കിൽ റാമിന് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിനായിട്ട് രവിയെ കണ്ടുപിടിക്കുവാനായിട്ടും തീരുമാനിക്കുകയാണ്. രവിയെ അന്വേഷിച്ച് മിത്ര കൊടൈക്കനാലിൽ എത്തിയ സമയത്താണ് രവി വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു എന്നും ഇപ്പോൾ അവിടെ താമസിക്കുന്നത് രവിയുടെ ബന്ധുക്കൾ മാത്രമാണെന്നും മിത്ര അറിയുന്നതും. മിത്രയുടെ കൂട്ടുകാരിയും വിശ്വയും വേറൊരു വിധത്തിൽ റാമിനെ പറ്റി അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. റാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മിത്ര രവിയുടെ ബന്ധുക്കളോട് ചോദിക്കുന്നുണ്ട്, രവി അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് റാം എന്നൊരാളിനെ കൊണ്ടുവന്നില്ലേ, അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച സമയത്ത് രവിയുടെ ബന്ധുക്കൾ പറയുന്നത്, രവി ജയിലിൽ നിന്ന് വന്ന സമയത്ത് റാം എന്നൊരാളിനെ കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ രവിക്ക് ഈ നാട്ടിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ജോർജ്. ഈ ജോർജ് ഈ നാട്ടിലെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടും. ഈ ജോർജുമായിട്ടാണ് രവി ഏറ്റവും കൂടുതൽ സഹകരിച്ചിരുന്നതും. അപ്പോൾ ജോർജിനോട് അന്വേഷിച്ചാൽ മതി, കാര്യങ്ങൾ അറിയാമെന്നും മിത്രയോട് രവിയുടെ ബന്ധുക്കൾ പറയുന്നു. അതനുസരിച്ച് മിത്ര ജോർജിനെ കണ്ടെത്തി ജോർജിനടുത്തെത്തുകയാണ്. എന്നിട്ട് ജോർജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. രവി ജയിലിൽ നിന്ന് വന്ന സമയത്ത് ഇതുപോലെ റാമെന്നൊരാളിനെ കൊണ്ടുവന്നിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തിനാ നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുന്നതെന്നും ജോർജ് ചോദിക്കും. അപ്പോൾ മിത്ര പറയുന്നത് 1990 കാലഘട്ടത്തില് ഈ റാം ഒരു സ്ത്രീയെയും അവരുടെ കുഞ്ഞിനെയും പറ്റിച്ച് അവരുടെ വസ്തുക്കളെല്ലാം വിറ്റിട്ട് ആ ഒരു കാശുമായി നാട് വിട്ടിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു സ്ത്രീയുടെ സ്ഥലം നിൽക്കുന്ന സ്ഥലത്താണ് പുതിയ ബിൽഡിംഗ് വന്നിരിക്കുന്നത്. ആ ബിൽഡിങ്ങിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അമാനുഷിക പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്തിരുന്നു. ആ ബിൽഡിംഗ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങളും അവിടെ സംഭവിക്കുവാനായി തുടങ്ങിയിട്ടുണ്ട്. അതിനു പിന്നിൽ ഈ സ്ത്രീയുടെ മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ റാമാണോ ഇതിനൊക്കെ കാരണം എന്നൊക്കെ അറിയണമെന്ന് മിത്ര പറയും. അത് കേട്ട് ജോർജ് പറയുന്നത്, നീ അറിഞ്ഞു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ തെറ്റാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ജോർജ് പിന്നീട് ഒരു കഥ പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ സ്ത്രീ അവരുടെ കുഞ്ഞുമായിട്ട് അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവരുടെ വസ്തുവിൽ വീടൊക്കെ വെച്ച് സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നു. അവരുടെ വീടിനടുത്തായിട്ട് ഒരു ചെറിയ പേച്ചിയമ്മയുടെ അമ്പലവും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു 3 സഹോദരങ്ങൾ. അവർക്ക് ഈ സ്ത്രീയുടെ വസ്തുവിനോട് നല്ല നോട്ടമുണ്ടായിരുന്നു. ആ വസ്തു തങ്ങൾക്ക് വിട്ടുതരണമെന്നും അവർ 3 പേരും ഈ സ്ത്രീയോട് പറയും. പക്ഷെ അവരാണെങ്കിൽ അത് വിട്ടുകൊടുക്കുവാനായി തയ്യാറായില്ല. ഒരിക്കലും ഞാൻ വിട്ടുതരത്തില്ല. ഇവിടെ ഞങ്ങളുടെ കുടുംബ ദൈവമായിട്ടുള്ള പേച്ചിയമ്മയുടെ അമ്പലമുണ്ട്. ഞാൻ ഇവിടെ തന്നെ താമസിക്കുമെന്നും ആ സ്ത്രീ പറയുന്നു. എന്നാൽ അതേ സമയത്തായിരുന്നു റാം എന്നൊരാൾ ഈ സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നതും. അവർ ഭർത്താവൊന്നുമില്ലാതെ കുട്ടിയുമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ടുള്ള വരവാണത്. എന്നിട്ട് ഈ സ്ത്രീയുമായിട്ട് നന്നായിട്ട് അടുക്കുകയും ഒക്കെ ചെയ്തു. അവരും റാമിനെ ഒരുപാട് വിശ്വസിച്ചു. അങ്ങനെ രണ്ടുപേരും പതിയെ പതിയെ പ്രണയത്തിലായി. റാം ആണെങ്കിൽ അവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. നമുക്ക് വിവാഹം കഴിക്കാമെന്നും സന്തോഷത്തോടെ ജീവിക്കാമെന്നും നിന്റെ കുഞ്ഞിനെ ഞാൻ നന്നായി നോക്കിക്കൊള്ളാമെന്നും റാം ആ സ്ത്രീയോട് പറഞ്ഞു. അതെല്ലാം കേട്ട് ആ സ്ത്രീ റാമിന് വിശ്വസിച്ചു. പക്ഷെ ഈ റാം ഒരു പേരിങ് കള്ളനാണെന്നുള്ള കാര്യം ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ വസ്തുവിന്മേൽ കണ്ണുള്ള ആ ഒരു 3 സഹോദരങ്ങളില്ലേ, ഈ സഹോദരങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് റാമുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നത് അവർ കാണുന്നു. അത് കണ്ട ഉടനെ തന്നെ ആ 3 സഹോദരങ്ങളും ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ഓഹോ, ഇതാണല്ലേ അപ്പോൾ നിന്റെ പണി. ഭർത്താവ് മരിച്ചതിന് ശേഷം നീ ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്? നീ ഇങ്ങനെയാണെന്നുള്ള കാര്യം ഈ നാട്ടുകാരോട് മുഴുവൻ ഞങ്ങൾ പറയട്ടെ എന്നുള്ള കാര്യം ആ 3 പേരും ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുവാനായും തുടങ്ങി. എന്നാൽ അവർ പറയുന്നത്, അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, ഞങ്ങൾ വിവാഹം കഴിക്കുവാനായും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയും. ആ സ്ത്രീ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് റാം ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നത്. എന്തെന്നാൽ ഈ റാം ഈ 3 സഹോദരങ്ങളുടെ ആളാണ്.
എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവരുടെ ആളാ, നീ എന്തായാലും ഈ ഒരു പത്രത്തിൽ ഒപ്പിടണം, നിന്റെ സ്വത്തെല്ലാം ഇവരുടെ പേരിലേക്ക് മാറ്റുകയാണ് എന്ന് റാം പറയുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുവാനായിട്ട് ആ സ്ത്രീ തയ്യാറാകുന്നില്ല. അവരെ വിശ്വാസത്തെ റാം മുതലെടുക്കുകയാണ് ചെയ്തത്. അതൊന്നും അവർ മുൻപേ അറിഞ്ഞിരുന്നില്ലല്ലോ. അങ്ങനെ ഈ റാമാണെങ്കിൽ ആ സ്ത്രീയെ വിരട്ടുന്നുണ്ട്, നീ ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകളെ നിന്റെ കൺമുന്നിൽ വെച്ച് അടിച്ചു കൊല്ലുമെന്നും റാമും ആ 3 സഹോദരങ്ങളും പറയും. അത് കേട്ടവർ വല്ലാതെ പേടിക്കുന്നു. തന്റെ മകൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ പത്രങ്ങളിലെല്ലാം ആ സ്ത്രീ ഒപ്പിട്ട് കൊടുക്കുന്നു. എന്നാൽ ഒപ്പിട്ട് കൊടുത്തിട്ട് അവരെ വെറുതെ വിട്ടോ? ഇല്ല. 3 സഹോദരങ്ങളും റാമും ചേർന്ന് ആ സ്ത്രീയെയും ആ കുഞ്ഞിനെയും അവിടെ വെച്ച് അടിച്ചു കൊലപ്പെടുത്തും. എന്നിട്ട് നേരെ അവരുടെ കൂട്ടാളിയായ പോലീസ് ഇൻസ്പെക്ടറിനെ വിളിക്കും. ഇൻസ്പെക്ടർ വരുന്ന സമയത്ത് ഇൻസ്പെക്ടർ അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ഒരു കാര്യം ചെയ്, ഈ 2 ഡെഡ് ബോഡിയും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് എത്തിക്കുക. അവിടെ ഒരുപാട് അനാഥ ശവങ്ങളുണ്ട്, അവരുടെ കൂട്ടത്തിൽ വിട്ടേരാ. ഞാൻ ഈ കേസൊക്കെ ക്ലോസ് ചെയ്യാമെന്നും പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞതനുസരിച്ച് ഡെഡ് ബോഡി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റുന്നു. അവിടെ അനാഥ ശവങ്ങളുടെ കൂട്ടത്തിൽ ഈ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ഡെഡ് ബോഡിയും പോവുകയാണ്. അതിനുശേഷം റാമിനെ ഈ 3 സഹോദരങ്ങളും കാശ് കൊടുത്ത് ഒതുക്കുകയാണ്. ഇനി ഒരിക്കലും നീ നാട്ടിലോട്ട് വരരുത്, നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടാണ് റാമിന് കാശും കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. കാശും കൊണ്ട് പോകുന്ന സമയത്താണ് റാമു പോലീസിന്റെ കയ്യിൽ അകപ്പെടുന്നതും പിന്നീട് ജയിലിലാകുന്നതും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ജോർജ് പറയും. കഥകളെല്ലാം കേട്ട് കഴിഞ്ഞ് മിത്ര ചോദിക്കുന്നുണ്ട്, ആ റാം ഇപ്പോൾ എവിടെയാണുള്ളത്, ജീവനോടെയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതേ സമയം തന്നെയായിരുന്നു മിത്രയുടെ ഫോണിലേക്ക് റാമിന്റെ ഫോട്ടോ അവളുടെ കൂട്ടുകാരി അയച്ചു കൊടുക്കുന്നതും. ആ ഫോട്ടോ കണ്ടതും മിത്ര ഞെട്ടിപ്പോകുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ മിത്രയുടെ മുന്നിലിരിക്കുന്ന ഈ ജോർജില്ലേ, ആ ജോർജ് തന്നെയാണ് യഥാർത്ഥത്തിൽ റാം. ജോർജിന്റെ ഫോട്ടോയാണ് അവർ അയച്ചു കൊടുത്തിരിക്കുന്നതും. അന്ന് പോലീസിന്റെ കയ്യിൽ അകപ്പെട്ട് ജയിലിലായിട്ട് പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം റാം എന്ന പേര് മാറ്റി ജോർജ് എന്ന പേരും സ്വീകരിച്ച് ദേ ഇപ്പോൾ ഈ നാട്ടിൽ നല്ലവനായിട്ട് കഴിഞ്ഞുകൂടുകയാണ് ഇപ്പോൾ റാം. തന്റെ കൺമുന്നിലിരിക്കുന്ന ആളാണ് റാമെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ മിത്രയാണെങ്കിൽ നിങ്ങളല്ലേ റാമെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ തന്നെയാണ് റാം. എന്തിനാ ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി നീ ഇവിടെ വന്നിരിക്കുന്നതെന്നും മിത്രയോട് ജോർജ് ചോദിക്കുന്നു. അത് കേട്ട് മിത്ര പറയുന്നത്, അതിനൊരു കാരണമുണ്ട്, എന്റെ അച്ഛന്റെ മരണം. എന്റെ അച്ഛന്റെ മരണവും നിങ്ങളൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയണം. അത് കേട്ട് ജോർജ്, നിന്റെ അച്ഛൻ ആരാന്ന് ചോദിക്കും. ഉടനെ തന്നെ മിത്ര തന്റെ അച്ഛന്റെ ഫോട്ടോ ജോർജിന് കാണിച്ചു കൊടുക്കുന്നു. ഓ, നീ ആ ലോയറിന്റെ മകളാണോ? എങ്കിൽ ഒരു കാര്യം കൂടി കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കഥയില്ലേ, അതിൽ കുറച്ച് കാര്യം കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കാര്യം ജോർജ് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് ഈ 3 സഹോദരങ്ങളും റാമും ചേർന്ന് ആ സ്ത്രീയെ ഒരുപാട് ടോർച്ചർ ചെയ്തതിനു ശേഷം അവരുടെ കയ്യിൽ നിന്നും ഒപ്പ് വാങ്ങിയിരുന്നല്ലോ. ഈ 3 സഹോദരങ്ങളുടെ പേരില് അവരുടെ വസ്തുക്കളെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒപ്പാണ് അവർ ഇട്ടുകൊടുത്തതും. അതിനുശേഷം ഒരു വക്കീലിന്റെ സഹായം ആവശ്യമായിരുന്നു ഈ 3 സഹോദരങ്ങളുടെ പേരിലേക്ക് പൂർണ്ണമായിട്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അതിനവർ എത്തിപ്പെട്ട വക്കീലാരെന്നാൽ മിത്രയുടെ അച്ഛന്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെ അച്ഛനാണ് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്തു കൊടുത്തതും. എന്നാൽ അതിന്റെ സാക്ഷിയായിട്ട് അവരുടെ മകളുടെ ഒപ്പ് വേണമായിരുന്നു. ആ കാര്യം മിത്രയുടെ അച്ഛൻ അവരോട് പറയും. മകളുടെ ഒപ്പ് വേണമെന്ന് പറയുന്ന സമയത്ത് ഈ 3 സഹോദരങ്ങളും പറയുന്നത്, അതോ അവരുടെ മകൾ വിദേശത്ത് നിന്ന് പഠിക്കുക, അതിന് പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി തരുവാനായിട്ടും മിത്രയുടെ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ മിത്രയുടെ അച്ഛനാണെങ്കിൽ കള്ള ഒപ്പിട്ടിട്ടാണ് ആ ഒരു പേപ്പറെല്ലാം റെഡിയാക്കി കൊടുക്കുന്നത്. മിത്രയുടെ അച്ഛന് ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഇവർ ഒപ്പ് വാങ്ങിയതിനു ശേഷം അവരെയും കുഞ്ഞിനെയും അടിച്ചു കൊന്നിട്ടാണ് ഇതത്രയും ചെയ്തത് എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. മിത്രയുടെ അച്ഛൻ ഇതൊന്നും അറിയാതെ എല്ലാ പേപ്പർ വർക്കുകളും റെഡിയാക്കി ആ ഒരു വസ്തുവിന്റെ പൂർണ്ണ അധികാരം ഈ 3 സഹോദരങ്ങൾക്ക് മേലാക്കി കൊടുത്തു. അങ്ങനെയാണ് മിത്രയുടെ അച്ഛനും ദേ ഇതിൽ വന്ന് പെട്ടിരിക്കുന്നതും. മിത്രയുടെ അച്ഛൻ സത്യമൊന്നും അറിയാതെയാണല്ലോ ഇതിൽ പെട്ടുപോയിരിക്കുന്നതും. അതിന് പ്രതികാരമായിട്ടാണ് മിത്രയുടെ അച്ഛനെ ആ ഒരു ആത്മാവ് കൊന്നുകളഞ്ഞതും. എല്ലാം കഴിഞ്ഞ് തങ്ങളുടെ പേരിൽ സ്വത്തെല്ലാം ആക്കി മാറ്റിയിട്ട് 3 സഹോദരങ്ങളും വരുന്ന വഴിയിൽ വെച്ചാണ് ആ ഒരു ബസ് സ്റ്റോപ്പിന് മുന്നിൽ വെച്ച് ഇവർ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് 2 സഹോദരങ്ങളും ലോറി ഇടിച്ച് മരണപ്പെടുന്നതും. അത് കണ്ടുകൊണ്ട് നിന്ന മൂത്ത ജ്യേഷ്ഠനടുത്തേക്ക് ഒരു ആത്മാവ് എത്തുകയാണ്. ആ ആത്മാവ് മൂത്ത ജ്യേഷ്ഠന്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കളയുന്നു. അവരിൽ നിന്നെല്ലാം കാശ് വാങ്ങിപ്പോയ റാമിനെയും ഈ ഒരു പ്രേതാത്മാവ് ഫോളോ ചെയ്തിരുന്നു. റാമിനെ കൊല്ലുവാനായിട്ടും ശ്രമിച്ചിരുന്നു. പക്ഷെ റാം എങ്ങനെയോ രക്ഷപ്പെട്ട് ഒരു അമ്പലത്തിനുള്ളിൽ വന്ന് കയറി. അങ്ങനെയാണ് ആ ഒരു പ്രേതാത്മാവിന്റെ കയ്യിൽ നിന്നും റാം രക്ഷപ്പെട്ട് ദേ ഇന്നീ കാണുന്നത് പോലെ പേരയ്ക്ക് മാറ്റി ഈ നാട്ടിൽ ജീവിക്കുന്നതും. ആ അമ്പലമുള്ളത് കൊണ്ട് മാത്രമായിരുന്നു റാം രക്ഷപ്പെട്ടതും.
കഥകളെല്ലാം കേട്ട് കഴിഞ്ഞ് മിത്രയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. ജോർജായി മാറിയ റാം പറയുന്നുണ്ട്, ആ ഒരു അമ്പലമുള്ളത് കൊണ്ടാടി ഞാൻ രക്ഷപ്പെട്ടത്. ആ ഒരു അമ്പലമുള്ളിടത്തോളം കാലം ഒരാത്മാവിനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും ജോർജ് പറയുന്നു. അതെല്ലാം കേട്ട് മിത്ര പറയും, ആ ഒരു അമ്പലം ഇടിച്ചു കളഞ്ഞിട്ട് എത്രയോ നാളുകളായി. എന്നിട്ട് അവിടെയാ ഇപ്പോൾ ആ ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാ. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഓരോരുത്തരെയായി ആത്മാവ് തേടി വന്ന് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിലാ എന്റെ അച്ഛനും മരണപ്പെട്ടത്. ഇനി അടുത്തത് നീയാണെന്നും മിത്ര പറയുന്നു. അത് കേട്ടതും ജോർജിന് വല്ലാതെ ദേഷ്യം വരികയും ടെൻഷൻ ആവുകയും ചെയ്യുന്നു. കാരണം എന്തെന്നാൽ ആ ഒരു അമ്പലത്തിന്റെ ധൈര്യത്തിലാണല്ലോ ഇപ്പോൾ ജോർജ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നതും. അമ്പലം എന്നവിടുന്ന് ഇടിച്ചു കളഞ്ഞു അന്നു മുതൽ ആ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പ്രേതാത്മാവ്. അമ്പലം ഇല്ല എന്ന് മനസ്സിലാക്കിയതും ജോർജ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ട് നോക്കും. ഓടി ഓടി ഒരു കാടിനുള്ളിലെത്തും. അവിടെ വെച്ച് എങ്ങനെയാണോ മിത്രയുടെ അച്ഛൻ മരണപ്പെട്ടത് അതുപോലെ തന്നെ ജോർജും മരണപ്പെടുന്നു. ശരീരമെല്ലാം ഫ്രീസായാണ് മരണപ്പെടുന്നതും. ആ രണ്ട് പ്രേതാത്മാക്കളും മിത്രയ്ക്കടുത്തെത്തിയത് എന്തിനെന്നാൽ മിത്ര വഴി വേണം അവർക്ക് റാമിനടുത്തെത്തുന്നതിന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് മിത്രയെ അവർ ഒരുപാട് പേടിപ്പിച്ചതും. അങ്ങനെ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ അവസാനം റാമിനെയും കണ്ടുപിടിച്ച് കൊലപ്പെടുത്തി. തങ്ങളുടെ മരണത്തിന് കാരണമായ എല്ലാവരെയും ആ ഒരു സ്ത്രീയുടെ പ്രേതാത്മാവ് കൊന്നുകളഞ്ഞു. അങ്ങനെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടി അവിടെ നിന്ന് പോവുകയാണ്. എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞതോടുകൂടി മിത്രയുടെ അച്ഛനും ശാന്തി കിട്ടുകയാണ്. മിത്രയുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അവളുടെ സ്വപ്നത്തിൽ വന്ന് എന്തൊക്കെയോ പറയുവാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ മിത്രയുടെ അച്ഛന്റെ ആത്മാവിനും ശാന്തി കിട്ടി അവിടെ നിന്ന് പോകും. ആ ഒരു ബിൽഡിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ബിൽഡിംഗ് കെട്ടുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിഞ്ഞതോടുകൂടി ആ ഒരു ആത്മാക്കളും ശാന്തി കിട്ടി പോയതോടുകൂടി ബിൽഡിംഗ് കെട്ടുന്നതിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ പോവുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.